ഭാര്യയുടെ നിയമന വിവാദത്തിൽ എന്തേ BJP നേതാവ് MD രമേശ് മിണ്ടുന്നില്ല? യുദ്ധവും വെടിവെപ്പൊക്കെ ആയപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങ് മുങ്ങിപ്പോകട്ടെ, ഇനി അത് ഉയരില്ല എന്നൊക്കെ അദ്ദേഹം ഓർത്ത് സമാധാനിക്കുന്നുണ്ടാകും. പക്ഷേ എങ്ങനെയാണ് അതങ്ങനെ അങ്ങ് വിട്ടുകളയാൻ കഴിയുക? ഒരു പിൻവാതിൽ നിയമന ആരോപണം സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വന്നു. ഭാര്യയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയമനം, അതും BJP സംസ്ഥാന നേതാവായിട്ടുള്ള MD രമേശിൻ്റെ ഭാര്യയ്ക്ക് തന്നെ. അത് പൊതുപ്രവർത്തന രംഗത്ത് എപ്പോഴും സുതാര്യത എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികൾ കൃത്യമായിട്ട് നാട്ടുകാരോട് വിശദീകരിക്കണ്ടേ? അങ്ങനെയല്ലേ ഞങ്ങൾ അഴിമതിക്കാരല്ല, ഞങ്ങൾ സ്വജനപക്ഷക്കാരല്ല എന്ന് സ്വമേധയാ ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ അതിൻ്റെ ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്തം MD രമേശിനില്ലേ? ഒന്നുമില്ലെങ്കിലും നികുതിപ്പണത്തിൽ നിന്ന് എടുക്കുന്ന ലക്ഷങ്ങളാണ് ഇനി മുതൽ ശമ്പളമായി കൈപ്പറ്റാൻ പോകുന്നത്. എപ്പോഴും നികുതിപ്പണത്തെക്കുറിച്ചോർത്ത് വല്ലാതെ വ്യാകുലപ്പെടുന്നവരാണല്ലോ MD രമേശും BJP നേതൃത്വവും. സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ എന്ത് പ്രവർത്തനം ചെയ്താലും നികുതിപ്പണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് വരുന്ന ആ നികുതിപ്പണത്തെ സംബന്ധിച്ച് പിൻവാതിൽ നിയമനമാണോ അല്ലയോ എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ഉത്തരവാദിത്വം വേണ്ടേ? രാഷ്ട്രീയത്തിൽ BJP നേതാവ് എന്നതിനപ്പുറം ഒരു MLA യോ MP യോ ഒന്നുമായിട്ടില്ല. BJP ദേശീയ നേതൃത്വം പരിഗണിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇതിനകം ഒരു രാജ്യസഭാ MP എങ്കിലും ആക്കിയേനെ. ഇതുവരെ BJPയുടെ കൊടി പിടിച്ചിട്ടില്ലാത്ത പലരും കേരളത്തിലെ BJPയിലേക്ക് വന്ന് അവർ രാജ്യസഭാ അംഗങ്ങളായി അല്ലെങ്കിൽ ഗവർണർമാരായി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ MD രമേശിനെ നേതൃത്വം പോലും പരിഗണിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില വഴിവിട്ട നിയമനങ്ങളൊക്കെ കൊടുത്ത് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരം പിൻവാതിൽ നിയമനങ്ങൾ സംഘപരിവാറുകാർക്ക് ആകാം. അത് ഈ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, വാർത്തയാക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് വിവാദമാകേണ്ടതില്ലേ? സ്വന്തം ഭാര്യയ്ക്ക് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിൽ ഏതെങ്കിലും അധികാര പദവികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നലകളിൽ മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി നാവുയർത്തിയ വ്യക്തി ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത? സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരുടെ ഭാര്യമാരെക്കുറിച്ചെല്ലാം അദ്ദേഹം മൈക്ക് കെട്ടി പിൻവാതിൽ നിയമനമാണെന്ന് ആരോപിച്ചു. പക്ഷേ അവർ എഴുത്തു പരീക്ഷയിൽ പങ്കെടുത്തു, അഭിമുഖങ്ങളിൽ പങ്കെടുത്തു എന്നതിൻ്റെയൊക്കെ തെളിവുകളും വിവരങ്ങളും പുറത്തു വന്നതാണ്. പിന്നീട് എന്തുകൊണ്ട് കിട്ടി എന്നതിനെ സംബന്ധിച്ച് ക്ലാരിറ്റിയും വന്നതാണ്. അവരുടെ ഭാര്യമാർ തന്നെ വിശദീകരിച്ചതാണ്. പക്ഷേ ഇതൊന്നും ഉണ്ടാകുന്നില്ല. അത്തരമൊരു ആരോപണത്തെ മൗനം കൊണ്ട് നേരിടുകയാണ്. മിണ്ടാതിരുന്നാൽ മതി, ആൾക്കാർ അടുത്ത വിഷയങ്ങൾ വരുമ്പോൾ മറന്നു പോകുമെന്നുള്ളൊരു തന്ത്രം പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം കാര്യങ്ങൾ എങ്ങനെയാണ് പിൻവാതിലൂടെ BJP നേതാക്കന്മാർ നേടിയെടുക്കുന്നതും നികുതിപ്പണം അവർക്ക് സ്വന്തമായിട്ട് പുട്ടടിക്കാനുള്ളതാണ്. ഈ നാട്ടിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള പലരെയും മറികടന്നുകൊണ്ട് തൻ്റെ കുടുംബക്കാർക്കും തൻ്റെ ഭാര്യമാർക്കും എല്ലാം നിയമനങ്ങൾ വഴിവിട്ട് വാങ്ങിക്കൊടുക്കാം. അത് BJPയുടെ അവകാശമാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലെ PSC റാങ്ക് ലിസ്റ്റുകാർക്ക് നിയമനം കിട്ടാത്തതിനെക്കുറിച്ച് പരിതപിച്ച BJPക്കാരും MD രമേശ് സ്വന്തം ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു എഴുത്തു പരീക്ഷയും ഇല്ലാതെ അല്ലെങ്കിൽ പല ചട്ടങ്ങളും മറികടന്ന് ഇങ്ങനെ ഒരു നിയമനം വാങ്ങിക്കൊടുക്കുമ്പോൾ അതിലും വേദനയില്ല. ഈ നാട്ടിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഏതെങ്കിലും നിയമം പഠിച്ചൊരു വ്യക്തിക്ക് അത് കിട്ടിയിരുന്നെങ്കിൽ അവരുടെ കുടുംബം പുലരില്ലായിരുന്നു. അപ്പോൾ വാചകമൊന്നും പ്രവൃത്തി മറ്റൊന്നുമായി കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് രാഷ്ട്രീയ ഉഡായിപ്പെന്ന്. അതുകൊണ്ടാണ് MD രമേശ് ആ വിഷയത്തിലെ വിവാദം ഉയർന്നു വന്നിട്ടും ഇതുവരെ പരസ്യമായി പ്രതികരിക്കാത്തതെന്ന് വേണം അനുമാനിക്കാൻ.